സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസമായിട്ടും പിന്നെ നമ്മുടെ ഈ മറ്റു വിഷയങ്ങളുമായി, പ്രത്യേകിച്ചും MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ക്ലാരിറ്റി കുറവുണ്ട്, ലൈറ്റിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, ഫാനിൻ്റെ ശബ്ദമുണ്ട്, ഒക്കെയുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് മൻമോഹൻ സിംഗിൻ്റെ വിഷയം എനിക്ക് പറയാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് നരസിംഹറാവുവിൻ്റെ കണ്ടെത്തലാണ്. നരസിംഹറാവുവിനും നരേന്ദ്രമോദിക്കും ഒട്ടേറെ സാമ്യതകളുണ്ട്. കോൺഗ്രസ് പാർട്ടിയും രാജ്യവും തന്നെ നരസിംഹറാവുവിനെ സൗകര്യപൂർവ്വം വിസ്മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു, മികച്ച രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു നരസിംഹറാവു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 91-ൽ രാജീവ് ഗാന്ധി അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് പോലും കോൺഗ്രസ് മുന്നണി കഷ്ടിച്ചാണ് അധികാരത്തിൽ വന്നത്. അതായത് അന്ന് രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ, ശ്രീപെരുമ്പത്തൂരിലെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ കോൺഗ്രസ് നാമാവശേഷമാകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പം നെഹ്റുവിനെയാണ് നവഭാരത ശില്പി എന്നൊക്കെ പറയുക. തേങ്ങാക്കൊലയാണ്. നെഹ്റു വളരെ ഉദാസീനനായ ഒരാളായിരുന്നു, സുഖലോലുപനായ ഒരാളായിരുന്നു. സ്കോച്ച് വിസ്കി അടിച്ച് മൗണ്ടുബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യയുടെ കൂടെ പിന്നെ ഫോറിൻ സിഗരറ്റും വലിച്ച് അങ്ങനെ ഇരുന്ന ഒരാളാണ്. സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ കഷ്ടപ്പെടുമ്പോൾ പുള്ളി താത്വികമായി പിന്നെ മറ്റേ സന്ദേശ സിനിമയിലെ ശങ്കരാടിയെ പോലെ താത്വികമായി കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ആ രീതിയിൽ നിന്നിരുന്ന ഒരാളാണ് ജവഹർലാൽ നെഹ്റു. ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. നെഹ്റുവും കാമുകിമാരും എന്നുള്ള പിന്നെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഈ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് പോലും 62-ലെ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഉദാസീനതയാണ്. കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടായില്ല. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി വിജിലൻ്റ് ആയിരുന്നു ഇന്ദിര എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇദ്ദേഹം പിന്നെ പക്ഷേ ഇന്ദിരയ്ക്കും ജനാധിപത്യ ബോധം തീരെ ഉണ്ടായിരുന്നില്ല. നെഹ്റു മരിക്കുവോളം നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഒരു രാജഭരണം പോലെ അധികാരമുഖിയായിട്ട് നിന്നു. എന്നാൽ എനിക്ക് ശേഷം വേറൊരാൾ വരട്ടെ എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. അത് പിന്നെ അധികാരത്തോടുള്ള വല്ലാത്ത ആർത്തി വെച്ച് പുലർത്തിയിരുന്നു അദ്ദേഹം. ഇന്ദിര പക്ഷേ 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിര ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യരെ തുർക്ക്മാൻ ഗേറ്റിലുള്ള സംഭവത്തിൽ ഉൾപ്പെടെ കൊന്നൊടുക്കിയ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരയായ ഭരണാധികാരിയായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മറക്കരുത്. കാലം അവർക്ക് വേണ്ടി കാത്തുവെച്ച കാവ്യനീതിയാണ് സ്വന്തം അംഗരക്ഷകരാൽ അവർ വെടിയേറ്റ് കൊല്ലപ്പെടാനുണ്ടായ സംഭവമെന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നവഭാരത ശില്പി എന്ന് പറയുന്നത് നരസിംഹറാവുവാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ബാബറി മസ്ജിദ് വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് നീറിപ്പുകഞ്ഞുകൊണ്ട് എന്നും കത്തി അതിൻ്റെ പേരിൽ ആളുകൾ കലാപങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാ ദിവസവും ആളുകൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഒരു വിഷയം അതോടുകൂടിയിട്ട് പരിഹരിക്കപ്പെടുകയായത്. ഇപ്പം ഹിന്ദുക്കൾക്ക് ക്ഷേത്രവും മുസ്ലിങ്ങൾക്ക് മസ്ജിദും നിർമ്മിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ അക്വയർ ചെയ്തു. ഒരു കൂട്ടരുടെ പണി പൂർത്തീകരിക്കുന്നു, മറ്റൊരുടെ പണി കഴിഞ്ഞു, കമ്മീഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം പിന്നെ നരസിംഹറാവുവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലെന്ന് പറയുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാർക്കിടയിലാണ് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ പങ്കിടുക. റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണറായിരുന്ന സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗ് യഥാർത്ഥത്തിൽ നരസിംഹറാവുവിൻ്റെ കണ്ടെത്തലാണ്. മൻമോഹൻ സിംഗാണ് ഇന്ന് ഇന്ത്യ കാണുന്ന അഭിവൃദ്ധിയുടെ നേട്ടങ്ങളുടെ അടിത്തറയിട്ടിട്ടുള്ളത്. മൻമോഹൻ സിംഗിൻ്റെ കാഴ്ചപ്പാടുകളാണത്. പാവം സർദാർജിക്ക് പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് ശോഭിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവരിട്ട് ഞെരുക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ പുത്തൻ സാമ്പത്തിക നയമൊക്കെ വരുമ്പം ഞാനൊക്കെ നെസപ്പേരുള്ള കാലത്താണ് CPM നമുക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരികയല്ലേ. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, സാമ്രാജ്യത്വ കടുകൻ നമ്മളെ വിഴുങ്ങാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആസിയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് പിന്നെ തെളിച്ച വടിയിലൂടെയാണ് BJP സർക്കാരും കേരളത്തിലെ CPM സർക്കാരും ഡൽഹിയിലെ പിന്നെ AIP സർക്കാരും ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാരുകളും പോകുന്നത്. വിദേശ വായ്പകൾ സ്വീകരിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു, ബാക്കിയുള്ള ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകുന്നതൊക്കെ അപകടകരമാവും, ഇന്ത്യക്ക് ദോഷം ചെയ്യുമെന്നൊക്കെയാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറിയിരിക്കുക, ഇന്ത്യ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറിയിരിക്കുക. ഇന്ത്യക്ക് ലോസ് ഉണ്ടാവുമെന്നാണ് അന്ന് CPM പറഞ്ഞിരുന്നത്. കാരണം ഇവർ ഈ പിന്നെ ശങ്കരാടി ഇരുന്ന് ചിന്തിക്കുന്നമാതിരി പാർട്ടി ഓഫീസിലിരുന്ന് കിത്താവും വെച്ചിരുന്ന് ആലോചിക്കുകയാണല്ലോ പാതിരാത്രി വരെ. കഞ്ചാവ് അടിക്കില്ല എന്നേ ഉള്ളൂ നമ്മളെ ചെകുവേരയുടെ മാതിരി. അപ്പം പിന്നെ ഒരു ഒലക്കേമല ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് SC കോളനിയിൽ വരെ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത നമ്മുടെ ചോലനായ്ക്കർ കോളനികളിൽ വരെ അവരെ പ്രത്യേക ഭാഷയാണ്, അവിടെ വരെ പോയിട്ട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്ന
ഒരുതരം പിന്നെ പ്രാകൃതമായ ആചാരം ഇപ്പോഴും CPM തുടരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ മൻമോഹൻ സിംഗ് ആണ് ഇന്ന് ഇന്ത്യ കാണുന്ന അഭിവൃദ്ധിയുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരത്തിൻ്റെ, സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ഇപ്പം 5ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ, അടുത്ത 5 വർഷം കൊണ്ട് 3ാം സ്ഥാനത്ത് എത്തുന്നതിൻ്റെ അടിത്തറയിട്ടത് മൻമോഹൻ സിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൽ 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി നരസിംഹറാവുവിൻ്റെ അദ്ദേഹത്തെ പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ക്യാബിനറ്റ് റാങ്കിൽ ഏൽപ്പിക്കാൻ, ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹത്തെ കൊണ്ടുവരാൻ കാണിച്ച ആർജവം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, അത് തെറ്റിയിട്ടില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് നരസിംഹറാവുവിൻ്റെ ഗുണം. പ്രതിരോധ വകുപ്പ് ശരത് പവാറിന് കൊടുത്തു, മാനവശേഷി വികസന വകുപ്പ് അന്ന് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗിന് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നരസിംഹറാവുവിന് ഇങ്ങനെ ഇവർ പലരും തമ്മിൽ, അർജുൻ സിംഗും ശരത് പവാറും തമ്മിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ ശക്തമായി അവകാശവാദം ഉന്നയിക്കുന്ന സമയത്താണ് നമ്മളെ കരുണാകരൻ പോയിട്ട് അങ്ങനെയാണ് അദ്ദേഹം കിങ് മേക്കർ ആവുന്നത്, നരസിംഹറാവുവിനെ കൊണ്ടുവരുന്നത്. പക്ഷെ നരസിംഹറാവു കരുണാകരനെയും ആന്റണിയെയും എല്ലാം നന്നായി ട്രീറ്റ് തന്നെ ചെയ്തു തന്നെ പോയി. പക്ഷേ കോൺഗ്രസ് പിന്നീട് പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ പാപഭാരം മുഴുവൻ ഇവർ നരസിംഹറാവുവിൻ്റെ തലയിൽ കൊണ്ടുപോയി ചാർത്തി വെച്ചു എന്നുള്ളതാണ്. 18 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഒരാളാണ്, ചില്ലറക്കാരനായിരുന്നില്ല നരസിംഹറാവു. കാണാൻ വലിയ ഭംഗിയില്ല എന്നേ ഉള്ളൂ. കാണാനുള്ള ഭംഗിക്കകത്ത് വലിയ കാര്യമുണ്ടോ? ഒരു രാജ്യത്തെ എങ്ങനെ നയിക്കണം എന്നുള്ളത് അറിയായിരുന്നു. ഒരു ന്യൂനപക്ഷ സർക്കാരിനെയാണ് 5 വർഷം അദ്ദേഹം കൊണ്ടുനടന്നത്. 2, അദ്ദേഹം മൻമോഹൻ സിംഗിനെ കണ്ടെത്തിയതുപോലെ തന്നെയാണ് എസ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു പിന്നെ ബ്യൂറോക്രാറ്റിനെ, ഒരു ഡിപ്ലോമാറ്റിനെ നരേന്ദ്രമോദി വിദേശകാര്യ വകുപ്പ് ഏൽപ്പിക്കുന്നത്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിട്ട് എസ് ജയശങ്കർ മാറി. ബേസിക്കലി അദ്ദേഹം തമിഴ് ബ്രാഹ്മണനാണ്. അദ്ദേഹം പക്ഷെ വളർന്നൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അദ്ദേഹം പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസിലായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ അംബാസഡറായിട്ടും ഹൈക്കമ്മീഷണറായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് പിന്നീട് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. ആ രാജ്യത്തിൽ ആ രീതിയിൽ വിവിധ രാജ്യങ്ങളിലെ ആയിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ മർമ്മമറിയാവുന്ന ഒരു വ്യക്തിയെ, സൈലന്റ് കില്ലറാണ്, സൈലന്റ് അച്ചീവറാണ്, സൈലന്റ് കില്ലറെന്നും വേണമെങ്കിൽ പറയാം. കാരണം നിശബ്ദമായി കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് വലിയ ഒച്ചയും വിളിയോ പത്രസമ്മേളനമൊന്നുമില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. എല്ലാ രാജ്യങ്ങളുമായും ഊഷ്മളമായ ബന്ധം പിന്നെ സ്ഥാപിക്കുന്നതിലും പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ആ ഊഷ്മളമായ സ്വീകരണം കിട്ടുന്നതിന് പറ്റുന്ന ഒരു പിന്നെ അവസ്ഥ അവിടെ സംജാതമാക്കുന്നതിലും എസ് ജയശങ്കറിന് വലിയ പങ്കുണ്ട്. അത് സുഷമാ സ്വരാജ് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ എസ് ജയശങ്കർ കുറച്ചുകൂടി ആ വകുപ്പിൽ ദീർഘകാലം അതിൽ മുങ്ങിക്കുളിച്ച ആളെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒച്ചയും വിളിയൊന്നും ഇല്ലാതെ നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ പണി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ അതേപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് ബേസിക്കലി പൊളിറ്റീഷ്യൻ അല്ല, റെയിൽവേ മന്ത്രിയായിരുന്നു. ഇപ്പോൾ പിന്നെ ശാസ്ത്ര സാങ്കേതിക ബാക്കിയുള്ള വകുപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാൺപൂർ IITയുടെ പ്രൊട്ടക്റ്റാണ്. അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് അത്തരം മേഖലകളിലും ഇദ്ദേഹം ഉപയോഗിച്ചു. എന്താ BJPയിലെ ആൾക്കാരില്ലാഞ്ഞിട്ടാ? അല്ല, ഇതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഇവിടെ ജനകീയാസൂത്രണത്തിൻ്റെ ചുമതലയിൽ IS ഗുലാത്തിയെ കൊണ്ടുവന്നിട്ടതുപോലെ കേന്ദ്രത്തിൽ തന്നെ ഇപ്പം പിന്നെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് ഈ തിരുത്തൽ തോമാച്ചനെ കൊണ്ടിട്ടതിന് പകരം ആ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കേന്ദ്രവുമായിട്ടുള്ള ഒരു പിന്നെ ആ ഒരു സൗഹാർദ്ദപരമായ ബന്ധം വെച്ച് പുലർത്താനും നമ്മുടെ ഫയലുകൾ വഹിപ്പിക്കാതെ എത്തിക്കാനൊക്കെ പറ്റും. അല്ലാതെ തിരുതാമ്യം കൊണ്ടേ കൊടുത്തിട്ടൊന്നും അവിടെ നിന്ന് മന്ത്രിമാർ ഒപ്പിട്ട സമയത്തിന് തരുമൊന്നുമില്ല. അതേസമയം ഇദ്ദേഹം മൻമോഹൻ സിംഗ് സത്യത്തിൽ സർദാർജി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്ന റബ്ബർ സ്റ്റാമ്പായി മാറി. അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയല്ല, അദ്ദേഹം നല്ല സാമ്പത്തിക വിദഗ്ധനാണ്. ആ വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു. ആ മേഖലയിൽ നല്ല ശേഷിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയിട്ട് പിന്നെ ചിദംബരത്തെയൊക്കെ ധനമന്ത്രിയാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെയും പിന്നോട്ട് പോയി. പിന്നെ രണ്ടാമത്തെ നരേന്ദ്രമോദി വന്നപ്പോഴാണ് പിന്നെ ശരിയാവുന്നത്. ഈ പിന്നെ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയത് എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത് 2004 ഭരണം കിട്ടുമ്പോൾ. പ്രണബ് മുഖർജി വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ പാവാട ചരടുമല അങ്ങനെ തൂങ്ങി നടക്കൂല, പിന്നെ അവരൊക്കെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്നുള്ളത് സോണിയാഗാന്ധിക്ക് ബോധ്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അവർക്ക് പ്രധാനമന്ത്രിയാവാൻ മുന്നണിയിലെ ഘടകകക്ഷികൾ സമ്മതിക്കില്ല. ശരത് പവാർ അന്ന് തന്നെ ഉണ്ടല്ലോ വിദേശ പൗരത്വമൊക്കെ പിന്നെ വിദേശി എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് ഇവർക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റാതിരിക്കുമ്പോൾ താൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ
ഇദ്ദേഹം ഒരു മൗനി ബാബയാണ്. സർദാർജി ഒരു പാവ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, അഴിമതിയില്ല, ഒന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സ്വന്തം മരുമകൻ റോബർട്ട് വധേര വരെ അഴിമതി നടത്തി. 2G സ്പെക്ട്രം അഴിമതി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി. DMKയുടെ, കരുണാനിധിയുടെ പാർട്ടിയുടെ എ രാജ എന്ന് പറഞ്ഞാൽ സ്റ്റാലിന്റെ പെങ്ങൾ കരിമൊഴിയുടെ രഹസ്യകാമുകനായിരുന്നു. അങ്ങനെ പിന്നെ എ രാജ പിന്നെ എത്ര 1,76,000 കോടി രൂപയുടെ മറ്റുമാണ് 2G സ്പെക്ട്രം അഴിമതി. ഇപ്പൊ നമ്മൾ 6Gയിലേക്ക് എത്തി, പിന്നീട് അഴിമതി നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ടാലന്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഇദ്ദേഹത്തെ മുമ്പിൽ നിർത്തി കളിക്കാനാണ് സോണിയാഗാന്ധി ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ്. സർദാർജി വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. ഇന്ത്യയെ ഇപ്പോൾ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ 5ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും അടുത്ത 5 വർഷം കൊണ്ട് 3ാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറയുമ്പോൾ, നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഈ ഉള്ള ഏറ്റവും വലിയ ഗുണം നരസിംഹറാവുവിന്റെ ഭരണകാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഉഴുതുമറിച്ചിട്ട ഒരു സാമ്പത്തിക വിപ്ലവത്തിന്റെ ഉദാരവൽക്കരണത്തിലൂടെയും അതേപോലെ തന്നെ ഈ ആഗോളവൽക്കരണത്തിലൂടെയും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയത്തിനെതിരെ CPM പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവരും അതിന്റെ പുറകെ പോകണം. ADB വായ്പ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ADB വായ്പയും കനേഡിയൻ വായ്പയും കിട്ടുന്നിടത്തെല്ലാം എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് വിദേശ ടൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാ പരിപാടി. പക്ഷേ യാതൊരു ഇതിന് സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അവർ പറയണേ. ഈ നരേന്ദ്രമോദിയുടെ മുമ്പിലുള്ള വഴികൾ ഇത്രയും എളുപ്പമാക്കി തീർത്തത്, വികസനത്തിന്റെ പാത ലഘൂകരിക്കുന്നതിന് വഴിമരുന്നിട്ട് വെച്ചത്, അത് നരസിംഹറാവുവിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണമായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഇപ്പോഴും BJPയും പിന്തുടരുന്നത്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് മൻമോഹൻ സിംഗ് മരണപ്പെട്ട സമയത്തും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജസ്റ്റ് വന്ന് കണ്ടു പോവുകയല്ല ചെയ്തത്. ഏറെക്കുറെ പൂർണ്ണമായും ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. കാരണം അതൊരു ഒരു മനുഷ്യന് കൊടുക്കേണ്ട ആദരവാണ്. അത് മനസ്സിലാക്കണം. കോൺഗ്രസ് നരസിംഹറാവുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോൺഗ്രസ് മൻമോഹൻ സിംഗിന്റെ കഴിവ് വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് റബ്ബർ സ്റ്റാമ്പ് എന്നുള്ള രീതിയിൽ മുമ്പിൽ നിർത്തിയിട്ട് കളികളെല്ലാം കളിച്ചു എന്നുള്ളതല്ലാതെ ഒരിക്കൽ ഈ മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് രാഹുൽ ഗാന്ധിയാ. ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ സഭയിൽ നിന്ന് വലിച്ചു കീറിയിട്ട് എറിഞ്ഞു, സ്വന്തം പാർട്ടിയുടെ ബില്ല്. അതായത് ഇമ്മച്ചുവറാണ് രാഹുൽ ഗാന്ധി. ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനാവില്ല. ഇനി പ്രിയങ്ക ആയെന്നേ ഉള്ളൂ. രാഹുൽ ഗാന്ധി 55 വയസ്സുണ്ടെങ്കിലും ഈ പുട്ടുർമീസ് എന്ന് പറഞ്ഞ കഥാപാത്രം പോലെയാ. 6 വയസ്സിന്റെ ബുദ്ധിയും 60 വയസ്സിന്റെ ശരീരവും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇടയ്ക്ക് ജോഡയാത്ര നടത്തി, താടി വളർത്തി, അത് കഴിയുമ്പോൾ താടി കളഞ്ഞു. 6 മാസം ഇവിടെയാണെന്നുണ്ടെങ്കിൽ 6 മാസം മക്കാവിനും അവിടെയും പോയിരിക്കും. ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാതെ സഭയ്ക്കകത്ത് കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരാളെ നാഷണൽ ലീഡർ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് കേരളത്തിലെ നമ്മുടെ ശിവൻകുട്ടിയുടെയും ഇവരുടെയൊക്കെ ഡെസ്കിന്റെ മേലെ കയറി അഭ്യാസം കാണിക്കുക, കമ്പ്യൂട്ടർ തല്ലി പൊളിക്കുക, അവരുടെയൊക്കെ നിലവാരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും ഇമ്മച്ചുറായിട്ട് ആൾക്കാർ കാണുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ടതാണ്. എന്തായിരുന്നാലും മൻമോഹൻ സിംഗിനോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു. മൻമോഹൻ സിംഗ് രാജ്യം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു. മൻമോഹൻ സിംഗ് നയിച്ച വഴിയിലൂടെയാണ് ഇപ്പോൾ BJP സർക്കാർ അവരുടെ നയങ്ങൾ കൊണ്ടുപോകുന്നത്. നരസിംഹറാവു ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളാണ്. ബാബറി മസ്ജിദ് സംഭവം നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അതോടുകൂടി ഒരു വിഷയം എൻഡായി. ഇല്ലെങ്കിൽ അത് എന്നും നീറിപ്പോകഞ്ഞു നിൽക്കും. ഒരു പ്രസ് കൊണ്ട് തീർന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്നത്. ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഒരു വിഷയം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പം ബാക്കിയുള്ളവർക്ക് പിന്നെ സമാധാനമായിട്ടിരിക്കുക, എന്ന് കലാപം ഉണ്ടാവുണ്ടല്ലോ. എന്തായിരുന്നാലും പ്രിയപ്പെട്ട മൻമോഹൻ സിംഗിന്, അദ്ദേഹത്തിന് എനിക്ക് വളരെ ബഹുമാനവും ആദരവുള്ള ആളാണ്. സർദാർജി എന്നൊക്കെ ഞാൻ പറയുമ്പോഴും സർദാർജി എന്നൊക്കെ പറയുന്ന ഉള്ളിത്തട്ട് തന്നെയാണ്. അതായത് സർദാർജി ആണല്ലോ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാവിധ അതിൽ ഞെട്ടലൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ, MDയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അദ്ദേഹത്തിന് കുറേ കാലം ഇങ്ങനെ രോഗക്കിടക്കയിൽ വെന്റിലേറ്ററിൽ കിടക്കണം. എന്തിനാ? മരിക്കേണ്ട പ്രായമൊക്കെ ആയി. അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. അത് അദ്ദേഹം 91 തൊട്ട് 96 വരെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ചെയ്തത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നരസിംഹറാവുവാണ് ആധുനിക നവഭാരത ശില്പി എന്നറിയപ്പെടേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗ് ആണ്. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ BJP സർക്കാർ പോകുന്നത്, വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പോകുന്നത്.
അത് മമതാ ബാനർജി ആണെങ്കിലും നവീൻ പട്നായിക്ക് പോയത് അതേ വഴിയിലാണ്, ജഗൻമോഹൻ റെഡ്ഡി പോകുന്നത് അതേ വഴിയിലാണ്, പിണറായി വിജയൻ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ്. എല്ലാവരുടെയും റോൾ മോഡലായിട്ട് മൻമോഹൻ സിംഗ് മാറിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.